അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാട്, നമ്മളിവിടെ ചർച്ച ചെയ്യാൻ എടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മളിൽ കഴിഞ്ഞു കൊണ്ടുപോയിരിക്കുന്നത്. നവമാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ കാവലാളോ ചതിക്കുഴിയോ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംസാരിക്കുമ്പോൾ എന്താണ് നവമാധ്യമങ്ങൾ എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. മുമ്പുണ്ടായിരുന്ന പത്ര, ടെലിവിഷൻ മാധ്യമങ്ങളെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതെല്ലാം ഇതിൻ്റെ പരമമായ ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് നവമാധ്യമങ്ങൾ എന്ന പേരിൽ ഫേസ്ബുക്ക് അടക്കമുള്ള, വാട്സപ്പ് അടക്കമുള്ള, ഇന്ന് എക്സ് എന്നറിയപ്പെടുന്ന പഴയ ട്വിറ്റർ അടക്കമുള്ള നവമാധ്യമങ്ങൾ ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു മനുഷ്യനും ചെലവ് കുറഞ്ഞ രീതിയിൽ തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ രേഖപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ഉദാത്തമായ ഒരു ഇടമായാണ് നാം നവമാധ്യമത്തെ കാണേണ്ടത്. അപ്പോഴും അങ്ങനെ ഏതൊരു മനുഷ്യനും തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതായ ഇടമായി ഈ വിഷയത്തെ കാണുമ്പോൾ അതിന് നല്ലതും നല്ലതല്ലാത്തതുമായ വശങ്ങൾ എന്തായാലും ഉണ്ടാകുമല്ലോ. മുല്ലാ നസ്രുദ്ദീന്റെ ഒരു കഥ നമുക്ക് എടുക്കാം. മുല്ലാ നസ്രുദ്ദീൻ നല്ലോണം നെൽകൃഷി ചെയ്യുമായിരുന്നു. അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിച്ചു, എനിക്കും ഇതേപോലെ നല്ല നെൽകൃഷി ചെയ്യാൻ ഇവിടെ താല്പര്യമുണ്ട്, എന്താണ് അതിന് ചെയ്യേണ്ടത്, എനിക്ക് പറഞ്ഞു തരൂ. എനിക്കൊരു പ്രശ്നമുള്ളത്, കള ഏതാണെന്നോ വിള ഏതാണെന്നോ എനിക്ക് മനസ്സിലാകാത്തതാണ് എൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. മുല്ലാ നസ്രുദ്ദീൻ രസകരമായിട്ട് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ആ നെല്ലെടുക്കൂ, എന്നിട്ട് ആ കാണുന്ന മണ്ണിലേക്ക് ഈ നെല്ലുകളൊന്ന് വലിച്ചെറിയൂ. യാതൊരു സംരക്ഷണവും ഇല്ലാതെ, ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടെ മുളയ്ക്കുന്നതാണ് കളയെങ്കിൽ സംരക്ഷിച്ചുകൊണ്ട്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്താൽ മാത്രം കിട്ടുന്ന റിസൾട്ടാണ് വിള എന്ന് നസ്രുദ്ദീൻ രസകരമായ ഒരു കഥയിലൂടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ആ മണ്ണെന്ന് പറയുന്നതിനോട് നമ്മുടെ മനസ്സിനെ നമുക്ക് പാകപ്പെടുത്താം. ആ മണ്ണ് പോലെയാണ് നവമാധ്യമങ്ങളെ നാം കൈകാര്യം ചെയ്യേണ്ടത്. അവിടെ നല്ലതേതാണെന്നോ ചീത്ത ഏതാണെന്നോ മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബോധ്യമെങ്കിലും ഇല്ലാതെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം നടന്ന ഷിംജിത ദീപക് അടക്കമുള്ള വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ചുറ്റുപാട് ഇവിടെ സംജാതമായത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഞാനാണോ? ആ വീഡിയോ ഞാൻ അടക്കമുള്ള, നിങ്ങൾ അടക്കമുള്ള എല്ലാവരും കണ്ടു. ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ഉത്തരവാദി ആരാണ്? ആരിതിന് സമാധാനം പറയും? ഒരു പെണ്ണ് അവർക്കുണ്ടായിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിന്റെ പേരിലാണ് ഇന്ന് ആ മനുഷ്യൻ തീക്കിരയായിപ്പെട്ടതെന്ന് നമുക്ക് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യാഘാതം മൂലമാണ്, മോശമായ പ്രത്യാഘാതം മൂലമാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, ഏതൊരു നേതാവിനും തൻ്റെ അനുയായികളെ നയിക്കാൻ ഇത്ര നല്ല ഒരു മാധ്യമം വേറെ ഇല്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാവരിലേക്കും തൻ്റെ വിവരങ്ങൾ കൈമാറാൻ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായ രീതിയിലാണ് ഇതിവിടെ സംവിധാനിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോർപ്പറേറ്റ് ഭീമന്മാരാണ്, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന രാജ്യങ്ങളടക്കമുള്ള ആളുകളുടെ ഉദ്ദേശങ്ങളാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തപ്പെടുന്നത് എന്നത് പ്രത്യേകം നാം അടിവരയിടേണ്ട കാര്യമാണ്. ഇന്ത്യ അടക്കമുള്ള എല്ലാവരും അതിനിരകളാണ്. ഞാൻ അടക്കമുള്ള ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള എല്ലാവരും അതിനിരകളാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾക്ക് ഇവിടെ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ലെറ്റർ എഫ് ഓൺ ദി സ്റ്റേജ്. വിഷയം SIR അവകാശം അംഗത്വം നിർവചിക്കുമ്പോൾ. വിഷയം SIR അവകാശം അംഗത്വം നിർവചിക്കുമ്പോൾ.